ഹായ് ഹലോ നമസ്കാരം മക്കളെ, ആകാശ് മാഷാണ്. അപ്പോൾ എക്സാമിങ് എത്തിക്കഴിഞ്ഞില്ലേ, ഏതൊക്കെ പാഠങ്ങളാണ് മലയാളത്തിനും മലയാളം അടിസ്ഥാന പാഠാവലിക്കൊക്കെ നമുക്ക് പഠിക്കാൻ വേണ്ടിയുള്ളത് എന്ന് നിങ്ങൾക്കറിയാവോ? അപ്പോൾ മലയാളം അടിസ്ഥാന പാഠാവലിയിലെ ഏതൊക്കെ പാഠങ്ങളാണ് എക്സാമിന് 6ാം ക്ലാസ്സിലെ മക്കൾക്ക് ആവശ്യം വരിക എന്ന വീഡിയോ ആയിട്ടാണ് മാഷ് എന്ത് ചെയ്യുന്നത് ഇപ്പം നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ മലയാളം അടിസ്ഥാന പാഠാവലി, മലയാള സെക്കൻഡിലെ അടിസ്ഥാന പാഠാവലി ക്ലാസ് 6ന്റെ മക്കൾക്ക് എന്തൊക്കെയാണ് ഇതാ യൂണിറ്റ് 2 പൂത്തു തിമിർക്കാം എന്നുള്ള യൂണിറ്റിലെ പ്രവർത്തനങ്ങളാണ്, യൂണിറ്റുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മുടെ പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കേണ്ടത്. അപ്പോൾ 2ാമത്തെ യൂണിറ്റ് ആണ് പൂത്തു തിമിർക്കാം യൂണിറ്റിനകത്ത് 1, 2, 3, 4 പാഠങ്ങളുണ്ട്. 4 പാഠങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യത്തേത് വരയും വരിയും എന്ന് പറയുന്നൊരു പാഠമല്ലേ, നമ്മൾ ചിത്രങ്ങളെ കുറിച്ച് പറഞ്ഞു, അതുപോലെ ഫോട്ടോഗ്രാഫിയെ കുറിച്ച് പറഞ്ഞു. അതൊക്കെ പറയുന്ന പാഠമാണെന്ത്, വരയും വരിയും എന്ന് പറയുന്ന പാഠമല്ലേ. ഫോട്ടോഗ്രാഫിയെ കുറിച്ച് പറഞ്ഞു, ചിത്രങ്ങളെ കുറിച്ച് പറഞ്ഞു, രേഖാചിത്രങ്ങളെ കുറിച്ച് പറഞ്ഞു. അങ്ങനെ മനോഹരമായ ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു, വരയും വരിയും എന്നുള്ള യൂണിറ്റ് നമ്മൾ എന്ത് ചെയ്തോ പരിചയപ്പെട്ടിട്ടുണ്ട് മക്കളെ. അടുത്തത് മീനും ഞാനും എന്ന് പറയുന്ന ദ ഫിഷ് ആൻഡ് ഐ എന്ന് പറയുന്ന ലോക പ്രശസ്തമായുള്ള ഒരു സിനിമയെ കുറിച്ചുള്ള ആ സിനിമയുടെ തിരക്കഥയാണ് നമ്മൾ എന്ത് ചെയ്തത് പരിചയപ്പെട്ടത്. അപ്പോൾ 2 പാഠങ്ങൾ, വരിയും വരിയും മീനും ഞാനും, രണ്ടും എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം. രണ്ടും നമുക്ക് എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് എന്ത് ചെയ്യാം എക്സാമിന് തീർച്ചയായിട്ടും വരും. അടുത്തത് കളിക്കിടയിൽ എന്നുള്ള ഒരു അനുഭവക്കുറിപ്പാണ്. അനുഭവക്കുറിപ്പ് എഴുതിയിരിക്കുന്നത് KPSCയിൽ എഴുതിയാണ്. KPSCയിൽ എഴുതുക എന്ന് പറയുന്ന മലയാളികൾക്ക് പരിചിതമായ, മലയാളികളുടെ സ്വന്തം KPSCയിലെ അദ്ദേഹം ആ നാടകത്തിൽ അഭിനയിക്കുന്ന സമയത്തുണ്ടായ ഒരു സന്ദർഭമാണ്, ഒരു അനുഭവമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, കളിക്കിടയിൽ എന്നുള്ള ഒരു പാഠഭാഗം നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ്. അടുത്തതായി വെള്ളം പൊങ്ങുമ്പോൾ എന്നുള്ള ഒരു കവിതയാണ് അല്ലേ, ഒരു കവിതയാണ്. അപ്പോൾ ഈശ്വരൊക്കെ ഉള്ള ഒരു കവിതയാണ് വെള്ളം പൊങ്ങുമ്പോൾ. കേരളത്തിനകത്ത് ഉണ്ടായിട്ടുള്ള ഒരു പ്രളയ അനുഭവത്തെയാണ് എന്ത് ചെയ്യുന്നത്, ഒരു മാപ്പിളപ്പാട്ടായി, ഒരു മാപ്പിള കവിതയായി എന്ത് ചെയ്യുന്നത് അവതരിപ്പിക്കുന്നത്. മനോഹരമായ ഒരു കവിതയാണ്. ആ കവിത കൂടി എന്ത് ചെയ്യണം, നമ്മുടെ എക്സാമിന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ പ്രധാനപ്പെട്ട പാഠഭാഗങ്ങൾ വരയും വരിയും മീനും ഞാനും കളിക്കിടയിൽ വെള്ളം പൊങ്ങുമ്പോൾ 4 യൂണിറ്റും നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണം. 2 തവണയെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, ടെക്സ്റ്റ് ബുക്ക് വായിച്ച് സെറ്റ് ചെയ്ത് വെക്കണം. ഇനി ഏതൊക്കെ തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഇതിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്? കഥാപാത്ര നിരൂപണം പ്രതീക്ഷിക്കാം, വാഗ്മയം പ്രതീക്ഷിക്കാം, അനുഭവക്കുറിപ്പുകൾ പ്രതീക്ഷിക്കാം, വിശകലനക്കുറിപ്പ് പ്രതീക്ഷിക്കാം, ജീവചരിത്രക്കുറിപ്പ്, കത്ത്, അഭിപ്രായക്കുറിപ്പ്, പോസ്റ്റർ, സംഭാഷണം, ആസ്വാദനക്കുറിപ്പ്, ഉപന്യാസം, ദൃക്സാക്ഷി വിവരണം. ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ചോദിക്കാം. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് എവിടെ നിന്ന് കിട്ടും? ഈ കാര്യങ്ങളൊക്കെയായി മാഷ് നിങ്ങളുടെ അടുത്തേക്ക് വരും. അപ്പോൾ പ്രധാനപ്പെട്ട ഫോക്കസ് ഏരിയ നമ്മൾ പഠിച്ചു. ഇനി നിങ്ങൾക്ക് യൂണിറ്റ് കൃത്യമായി എന്ത് ചെയ്യും, കൃത്യമായി എജുപോർട്ട് യൂണിറ്റ് വിശകലനം ചെയ്ത് നിങ്ങളുടെ അടുത്തേക്ക് എത്തും. പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമായി നിങ്ങളുടെ അടുത്തേക്ക് എത്തും. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടാൻ വേണ്ടി, ലഭ്യമാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇപ്പോൾ ചെയ്യേണ്ടത് മക്കളെ, ഇത് കാണുന്ന മുഴുവൻ ആളുകളും നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യണം. നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് 6ാം ക്ലാസ്സിലെ മക്കൾക്ക് വേണ്ടിയുള്ള ക്രിസ്മസ് എക്സാമിൻ്റെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ലിങ്ക് ആണ് ഈ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കാണുന്നത്. ഗ്രൂപ്പിലേക്ക് എന്ത് ചെയ്യുക, ജോയിൻ ചെയ്തിടുക. ജോയിൻ ചെയ്യുന്ന മക്കൾക്ക് ഡെയിലി പ്ലാൻസ്, നോട്ട്സ്, ക്വസ്റ്റ്യൻ ബോൾസ്, ലൈവ് ലിങ്ക് ഒക്കെ അതിനകത്ത് ലഭ്യമാകും. അങ്ങനെ ലഭ്യമായി നമുക്ക് എന്ത് ചെയ്യാം, ലൈവ് നടക്കുന്നുണ്ട്, അപ്പോൾ ലൈവിലേക്ക് എന്ത് ചെയ്യാം, വേഗം പോകാൻ വേണ്ടി പറ്റും. അപ്പോൾ പ്രധാനപ്പെട്ട കണ്ടന്റുകളൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ ഇത് സൗജന്യമായിട്ടാണ്. നമ്മൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അതുപോലെ മക്കളോട് പറയാനുള്ളത്, ഇപ്പം നമ്മൾ എന്ത് ചെയ്തു, ക്രിസ്മസ് എക്സാമിൻ്റെ തലേന്നായി അടുത്തെത്തി. പക്ഷേ നമുക്ക് ആനുവൽ എക്സാം വലിയൊരു കടമ്പ കാത്തു നിൽക്കുന്നുണ്ട്. ആ ആനുവൽ എക്സാമിന് വേണ്ടി എജുപോർട്ടിൻ്റെ മക്കൾക്ക് സൂപ്പർ ആയിട്ടുള്ള ഒരു ബാച്ചിൻ്റെ പേരാണ് ബൂസ്റ്റർ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ബൂസ്റ്റർ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി ഇവിടെ ചെറിയൊരു റേറ്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാടാ, ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. അതിന് കൂടി ഈ അവസരം എന്ത് ചെയ്യുക, പ്രയോജനപ്പെടുത്തുക. അപ്പോൾ മുഴുവൻ മക്കളോടും പറയാനുള്ളത്, എക്സാം നിങ്ങൾ വിചാരിച്ചതുപോലെയല്ല, പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നിച്ച് അടിപൊളിയാക്കി എന്ത് ചെയ്യാം, എക്സാമിനെ നമ്മളെ കോൺഫിഡൻസോട് കൂടി എഴുതാൻ വേണ്ടി പറ്റും. അതിനുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ബൂസ്റ്റർ ബാച്ചിൽ ലഭ്യമാണ്. ക്ലാസ്സുകൾ, റിവിഷൻസ്, അതിൻ്റെ എക്സാം, സൂം ക്ലാസ്സുകൾ ഒക്കെ എന്താണ് ലഭ്യമാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ആ അവസരം കൂടി പ്രയോജനപ്പെടുത്തുക. അടിപൊളിയായി നമുക്ക് എന്ത് ചെയ്യാം, എക്സാമിനെ ഒന്നിച്ച് സെറ്റ് ചെയ്യാം.